മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ നോയമ്പ് കാലത്തിൽ ഏറ്റവും അധികം വിശ്വാസമുണ്ടാവേണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കർത്താവായ യേശു മിശിഹായാണ്. അപ്പോൾ കർത്താവായ യേശു മിശിഹ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വിശ്വാസികളും മനസ്സിലാക്കണം, ദൈവം എത്രത്തോളം മനുഷ്യരായ നമ്മളെ സ്നേഹിച്ചു, ദൈവം എത്രത്തോളം മനുഷ്യരായ നമുക്ക് വേണ്ടി വേദനകളും സങ്കടങ്ങളും പീഡാസഹനവും ദുഃഖവും അടിയേറ്റ് ജീവിച്ചു. നമുക്ക് വേണ്ടി വന്ന വ്യക്തി കുറേ സഹനത്തോടെ കടന്നു പോകേണ്ടി വന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം സഹനമുള്ള ജീവിതമാണ്. ചില വ്യക്തികൾ നമ്മളോട് പിണങ്ങിനിൽക്കും, ചില വ്യക്തികൾ നമ്മളോട് അടിയുണ്ടാക്കും, ചില വ്യക്തികളായിട്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും നന്നായിട്ട് പോകാൻ പറ്റത്തില്ല. അതിലൊരു സഹനത്തിൻ്റെ ഒരു വഴിയാണ്. കർത്താവായ യേശു മിശിഹ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, പക്ഷെ സഹനത്തിന് വഴിയാണ് കൂടുതൽ. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകും. അപ്പോൾ നിത്യജീവൻ്റെ വഴി കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ നിത്യജീവിതത്തിൻ്റെ വഴി കൂടി നമ്മൾ കടന്നു പോകണം. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പ്രകാശം കണ്ടിട്ടും ഈ പ്രകാശത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു അന്ധകാരത്തെ ഞാൻ സ്നേഹിച്ചെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് കർത്താവായ യേശു മിശിഹ എല്ലാം തന്നിട്ടും, എല്ലാ അനുഗ്രഹം തന്നിട്ടും, ഇതിൻ്റെ അപ്പുറത്തുള്ള അന്ധകാരത്തെ ഞാൻ സ്നേഹിച്ച് പിടിച്ചു വെച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയത് ഏറ്റവും വലിയ തെറ്റ്. അതായത് കർത്താവ് നല്ലത് തന്നിട്ടും ആ നല്ലതിനെ നല്ലതായിട്ട് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. പ്രിയമുള്ളൊരു നോയമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. നല്ലതെല്ലാം നമ്മുടെ ചുറ്റിനുമുണ്ട്, അനുഗ്രഹമെല്ലാം ചുറ്റിനുണ്ട്. ഈ നോയമ്പ് എന്നൊരു ത്യാഗത്തോടെ അത് കയറി ഇറങ്ങിക്കൊണ്ട് ഈ നല്ലതിനെ സ്വീകരിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നോയമ്പിൽ ത്യാഗം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ നല്ലതിനെ സ്വീകരിക്കണം. നോയമ്പിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ നല്ലതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. നോയമ്പിൽ നമ്മൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കുറിച്ചും കർത്താവിൻ്റെ ജീവിതത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്കും പ്രതികാരത്തിനും സ്ഥാനമില്ല, അനുഗ്രഹത്തിന് മാത്രമേ സ്ഥാനം കാണത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം, ഏതും തോട്ടത്തിൽ വേണമെങ്കിൽ അത് കായനും ഏതും തോട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ആദിപിതാക്കന്മാരോട് വേണമെങ്കിൽ അവരുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആദവും അവയും അവർക്ക് വേണമെങ്കിൽ കർത്താവിന് വേണ്ടി തടയാമായിരുന്നു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു. നമുക്കും ദൈവം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെ കയറി ഇറങ്ങി സത്യത്തെ മാത്രം സ്വീകരിച്ച് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.